പുതുവർഷം പിറക്കാൻ ഇനി 1.5 മാസം മാത്രം ബാക്കി. 2026 വരവേൽക്കുന്നതോടെ ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഓരോന്നായി പുറത്തിറങ്ങാൻ നിൽക്കുന്നു. നിരവധി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ് 2026. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക ഒരുക്കുന്ന സ്പിരിറ്റ് ഈ വർഷം അവസാനം ഷൂട്ടിംഗ് ആരംഭിക്കും. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദ ഇയറിൽ സ്ഥാനം പിടിച്ച ചിത്രത്തിന് വേണ്ടി ആരാധകർ കട്ട വെയിറ്റിംഗിലാണ്. രൺബീർ കപൂർ നായകനായി എത്തിയ ആനിമൽ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം സന്ദീപ് പ്രഭാസിനെ എങ്ങനെയായിരിക്കും സ്പിരിറ്റിൽ പ്രസന്റ് ചെയ്യുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. KGF എന്ന ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം യശ് നായകനായി എത്തുന്ന ടോക്സിക് ആണ് അടുത്ത ചിത്രം. മലയാളി സംവിധായക ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ഈ ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. നിരവധി പ്രശ്നങ്ങൾ ചിത്രത്തെ സംബന്ധിച്ചുണ്ടായിരുന്നുവെങ്കിലും യഷിന്റെ അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകർ ഇപ്പോഴുമുണ്ട്. അടുത്തത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രമായ രാമായണ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തെക്കുറിച്ചാണ്. രൺബീർ കപൂർ രാമനായി എത്തുന്ന ചിത്രത്തിൽ വലിയ താരനിര തന്നെയുണ്ട്. യഷ്, സായി പല്ലവി, സണ്ണി ഡിയോൾ എന്നിവരുൾപ്പെടുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സാക്ഷാൽ A.R. റഹ്മാനും ഹാൻസ് സിമ്മറും ചേർന്നാണ്. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിച്ചത്. സലാറിന് ശേഷം ജൂനിയർ NTRുമായി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ഇതുവരെ ടൈറ്റിൽ പ്രഖ്യാപിക്കാത്ത ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആരാധകരും പ്രേക്ഷകരും ഏറെ കാത്തിരിക്കുന്ന ചിത്രത്തിന് വേണ്ടി ജൂനിയർ NTR വേറിട്ട ഗെറ്റപ്പിലാണ് എത്തുന്നത്. എന്തായാലും ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രം തന്നെ ആയിരിക്കും ഇതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. 2026 അവസാനത്തോടെ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ പുഷ്പ എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം അറ്റ്ലിയുമായി ഒന്നിക്കുന്ന ചിത്രവും അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് സൂചന. ഏറ്റവും പുതിയ ടെക്നിക്കൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചൊരുക്കുന്ന ചിത്രത്തിൽ ദീപിക പദുക്കോണാണ് നായികയായി എത്തുന്നത്. വലിയ മുതൽമുടക്കിൽ ഒരുങ്ങുന്ന ചിത്രം ഒരു പീരീഡ് ഫാന്റസി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ടോപ്പ് സംവിധായകരിൽ ഒരാളായ SS രാജമൗലിയുടെ വാരണസിയാണ് അടുത്ത ബ്രഹ്മാണ്ഡ ചിത്രം. ഗംഭീര ടൈറ്റിൽ ലോഞ്ച് പരിപാടി ചിത്രത്തിന് വേണ്ടി രാജമൗലി ഒരുക്കിയിരുന്നു. മഹേഷ് ബാബു നായകനായി എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് വില്ലനായി എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ബോളിവുഡിലും ഹോളിവുഡിലും നിറസാന്നിധ്യമായി മാറിയ നടി പ്രിയങ്ക ചോപ്രയും ചിത്രത്തിന്റെ ഭാഗമാണ്. ഈ 6 സിനിമകൾക്ക് പുറമെ ഇനിയും ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇന്ത്യൻ സിനിമയെ ലോകത്തിന് മുൻപിൽ കാണിക്കാൻ ഇവയെല്ലാം മതിയാകും എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ബാഹുബലി, RRR, KGF എന്നീ സിനിമകൾ ഇന്ത്യൻ സിനിമയ്ക്ക് പുറം രാജ്യങ്ങളിൽ ഒരു വലിയ സ്വീകാര്യത നേടിക്കൊടുത്തിരുന്നു. പക്ഷേ ഈ വരുന്ന വർഷം ഈ ബ്രഹ്മാണ്ഡ സിനിമകളെല്ലാം മികച്ച രീതിയിൽ തന്നെ ബോക്സ് ഓഫീസിൽ കത്തിക്കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരിക്കാം ഇന്ത്യൻ സിനിമയിലെ ദൃശ്യവിസ്മയങ്ങൾക്കായി.